ഡോക്ടർ വീണ്ടും ലീഡ് നില മാറി മറിയുന്നു. ഡോക്ടർ പി സരിൻ ഇടതുമുന്നണി സ്ഥാനാർത്ഥി 2128 വോട്ടുകൾക്ക്. ഡോക്ടർ പി സരിൻ ഇടതുമുന്നണി സ്ഥാനാർത്ഥി ഡോക്ടർ പി സരിൻ ചിത്രത്തിലില്ലാത്ത ഇടതുമുന്നണി ലീഡ് ചെയ്യുന്നു. 2228 വോട്ടുകൾക്ക് ഡോക്ടർ പി സരിൻ ഇടതുമുന്നണി സ്ഥാനാർത്ഥി ഡോക്ടർ പി സരിൻ മാറി മറിയാണ്. 883 മുന്നിൽ പാലക്കാട് UDF സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടം 883 ലീഡ് നില മാറി മറിയുന്നു. പാലക്കാട് ഫോട്ടോ ഫിനിഷിലേക്ക് തന്നെ എന്നുള്ള കാര്യം ഉറപ്പിച്ചു പറയാം. അവസാനത്തെ ടേബിൾ എന്ന് വരെ മുന്നിൽ 83 വോട്ട് സി കൃഷ്ണകുമാർ BJP ഇപ്പോൾ എണ്ണിക്കൊണ്ടിരിക്കുന്ന തീർച്ചയായും ഈ ഘട്ടത്തിലെല്ലാം തന്നെ BJP വലിയ സമയമാണ്. 1116 വോട്ടിന് BJP സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ മുന്നിൽ. പാലക്കാട് ഫലം മാറി മറിയുന്നു. 1116 എല്ലാ കണക്കുകൂട്ടലുകളും പാലക്കാട് മണ്ഡലത്തിൽ കൃത്യമായ അടിയൊഴുക്കുകൾ ഉണ്ടായിരിക്കുന്നു. ഫലം നമുക്ക് പ്രവചിക്കാൻ കഴിയാത്ത രൂപത്തിലുള്ള തെരഞ്ഞെടുപ്പ് ഫലം അവസാന ഫോട്ടോ ഫിനിഷിലേക്ക്. അല്ലെ ആന്റണി? തീർച്ചയായും അവസാന നിമിഷം വരെ ഇനി എന്തും സംഭവിക്കാം. നമുക്കറിയാം, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ പ്രചരണം, ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം മുതൽ ട്വിസ്റ്റുകളുടെ ഒരു നീണ്ട പെരുമഴയാണ് ഉണ്ടായത്. ഇപ്പോൾ ആ വോട്ടെണ്ണലും ഉണ്ടായിരുന്നു. അതിനുശേഷം വോട്ടെടുപ്പ് ദിവസം എല്ലാവരും വലിയ രീതിയിലുള്ള പോളിംഗ് പ്രതീക്ഷിച്ചു. പക്ഷേ അവിടെ കൃത്യമായിട്ടുള്ള ഒരു പോളിംഗ് മികച്ച രീതിയിൽ ഉണ്ടായില്ല. പക്ഷേ അതിനുശേഷം വോട്ടെണ്ണൽ ദിവസത്തിലേക്ക് കടക്കുമ്പോൾ കൃത്യമായും ഈ ഘട്ടത്തിലെല്ലാം തന്നെ പാലക്കാട് BJP വലിയ രീതിയിൽ മുന്നിൽ പോകേണ്ട സമയമാണ്. പക്ഷേ ഇവിടെ 1116 എന്ന ഒരു നമ്പറിലേക്ക് ഒതുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരു ഘട്ടത്തിൽ സരിൻ മുന്നിലെത്തുകയും ചെയ്തു. തീർച്ചയായും അവർ കഴിഞ്ഞ ദിവസം വോട്ടെടുപ്പ് കഴിഞ്ഞ ശേഷം 3 മുന്നണികളും പറഞ്ഞത് ഞാൻ എന്നാണ്. പക്ഷേ ഇപ്പോഴും അത് തന്നെയാണ് പറയുന്നത്. അല്ല, സി കൃഷ്ണകുമാർ പറയുന്നു ഞാനാണ് മുന്നിൽ, അല്ല സരിൻ പറയുന്നു ഞാനാണ് മുന്നിൽ. അപ്പോൾ രാഹുൽ മാങ്കൂട്ടം പറയുന്നു അല്ല ഞാനാണ് മുന്നിൽ. ആരാണ് മുന്നിൽ എന്നറിയാൻ ഇനിയും കാത്തിരിക്കേണ്ടതുണ്ട്. അവസാന വോട്ട് വരെയും ഈ ഉദ്യോഗം തുടരുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ ഒരു കൃത്യമായ ഒരു വോട്ട മത്സരം പോലെ ആരാണ് വേഗരാജാവ് എന്നറിയാൻ അതുപോലെയുള്ള ഒരു ഓട്ടം ആ വോട്ടെണ്ണുന്നതിനൊപ്പം ഫിനിഷിലേക്ക് തന്നെ അവസാന ഘട്ടത്തിൽ വരെ അവസാനത്തെ റൗണ്ട് വരെ കാത്തിരിക്കേണ്ട സാഹചര്യമുണ്ട്. സി കൃഷ്ണകുമാർ നിലവിൽ മുന്നിലേക്ക് വന്നിരിക്കുന്നു. 1116 വോട്ടിന്റെ ഭൂരിപക്ഷം അങ്ങനെ